ഹലോ ഗായ്സ്, കർക്കിടക മാസമൊക്കെ അല്ലേ. കർക്കിടക കഞ്ഞി എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതെവിടെ ഞാൻ 1/4 കപ്പിലാണ് എടുക്കുന്നത്. 1/4 കപ്പ് നവരരി എടുത്തു. അതിനുശേഷം 1/4 കപ്പ് ചെറുപയറെടുത്തു, നല്ല ചെറുപയർ. പിന്നെ 1/4 കപ്പില്ല, അതിൻ്റെ കുറച്ച് പകുതിയായിട്ട് ഈ ഉഴുന്നെടുത്തു. കറുത്ത ഉഴുന്നാണ് ഏറ്റവും നല്ലത്, ഈ തവിടുള്ള ഉഴുന്ന്. അത് കിട്ടുവാണെങ്കിൽ അതാണ് ബെസ്റ്റ്. ഇനി അതേപോലെ തന്നെ 1/4 കപ്പ് മുതിര എടുത്തു. പിന്നെ 1/4 കപ്പ് വലിയ വൻപയറെടുത്തു. പിന്നെ 1/4 കപ്പ് കടലയെടുത്തു. ശേഷം നമ്മൾ ഉലുവയാണ് ഇടുന്നത്. ഉലുവ ഈ 1/4 കപ്പിൽ നിറയെ കൂമ്പിച്ചിട്ട് ഇടുക. ഉലുവയാണ് ഇതിന് മെയിനായിട്ട്. ഉലുവ കൂടുതൽ വേണമെന്നാണ് പറയുന്നത്. ഞാൻ ഇതിൽ നിറയെ എടുത്തിട്ടുണ്ട് ഈ 1/4 കപ്പിൽ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. എല്ലാ കേടും ഒന്ന് നല്ലോണം വൃത്തിയാക്കിയിട്ട് എടുക്കുക. കഴുകിയെടുത്തിട്ടുള്ള ഈ ധാന്യം നമ്മൾ ഒരു മീഡിയം സൈസ് ചൂടുവെള്ളത്തിലാണ് കുതിർത്തി വെക്കേണ്ടത്. അതിന് ഈ ഒരു കപ്പിൽ 3 തവണയാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കുറച്ച് മുകളിലേറ്റായിട്ട് വെള്ളം മേലെ നിൽക്കുന്ന രീതിക്കാണ് വെള്ളം എടുക്കേണ്ടത്. ഇതിൻ്റെ അകത്തേക്ക് ഇനി 4 ടൈപ്പ് ജീരകങ്ങൾ കൂടി ചേരാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ജീരകങ്ങൾ നമുക്ക് എടുത്ത് വയ്ക്കാം, അത് കഴുകി വെക്കാം. അതിനൊരു പാത്രം എടുക്കുക. അതിലേക്ക് 1 സ്പൂണ് കരിഞ്ജീരകം ഇടുക. ഏത് സ്പൂണാണെന്നോ എടുത്ത് അതേ സ്പൂണിൽ തന്നെയാണ് എല്ലാം ഇടേണ്ടത് കേട്ടോ. അതിനുശേഷം അതേ സ്പൂണിൽ അയമോദകം ഇടുക, പെരിഞ്ജീരകം ഇടുക, പിന്നെ നമ്മുടെ നല്ല ജീരകവും കൂടെ ഇടുക. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ. ഈ ഒരു രീതിയിൽ കഴുകിയാൽ ഈ ചെറിയ സാധനങ്ങൾ പുറത്തേക്ക് അങ്ങനെ പോവില്ല. ഇതൊരു ട്രിക്കാട്ടോ. ഇങ്ങനെ കഴുകിയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ധാന്യത്തിലേക്ക് ഇട്ടതിന് ശേഷം മൂടി വെക്കുക. ഇതൊരു 6-7 മണിക്കൂറെങ്കിലും വെക്കണം. രാവിലെ വെക്കുന്നതാണ് നല്ലത്. ശേഷം വൈകുന്നേരം ഈ 7 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കുക്കറിൽ ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതിടുക. എന്നതിന് ശേഷം ഈ കുതിർന്ന് വന്നിട്ടുള്ള ഈ ധാന്യങ്ങൾ ഇതേ വെള്ളത്തോട് കൂടി തന്നെ കുക്കറിലേക്ക് മാറ്റുക. വേറെ വെള്ളം നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. നേരത്തെ അതുകൊണ്ടാണ് 3 കപ്പിൽ വെള്ളം എടുത്തിട്ടുള്ളത്. കാരണം ഇത് കുതിർന്ന് വരുന്നേരം കറക്റ്റ് പാകത്തിനുള്ള വെള്ളമാകും. അതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട്. ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഇനി വേറെ ഒന്നും ചേർക്കാനില്ല. ഇത് നേരെ അടച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക. കുക്കറിൽ നമ്മൾ 7 വിസിലാണ് വരുത്തേണ്ടത്. അതിൽ ആദ്യത്തെ 3 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ബാക്കിയുള്ള 4 വിസിൽ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. എന്നിട്ട് ആവി തന്നെ പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി. അതിന് ശേഷം നമ്മൾ 2 ആണി വെല്ലമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഉരുക്കി മാറ്റി വെക്കാം. വെല്ലം തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് ഒരു തേങ്ങേൻ്റെ പകുതി മുറി അത് നമുക്ക് തേങ്ങ ചിരകി എടുത്ത് വെക്കാം. അതിന് ശേഷം അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പാലാക്കിയിട്ട് എടുത്താൽ മതി. പക്ഷെങ്കിൽ ഞങ്ങളിവിടെ പാലാക്കിയിട്ടല്ല എടുക്കുന്നത്. മൊത്തത്തിൽ അടിച്ചിട്ട് ഈ തേങ്ങേൻ്റെ അരപ്പും കൂടി നല്ലോണം വെണ്ണ പോലെ അരച്ചതിന് ശേഷം മൊത്തത്തിലാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നതുകൊണ്ട് ആ തേങ്ങേൻ്റെ ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോകില്ല. മൊത്തത്തിൽ നമുക്ക് നല്ല ഔഷധമായിരിക്കും. ഇവിടെ അതാ ഈ സാധനം മൊത്തം വെന്ത് ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറുക്കി എടുത്തിട്ടുള്ള വെല്ലമില്ലേ, അത് അരിച്ചിട്ട് പാരണം. കാരണം അരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് പൊടികളൊക്കെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് നല്ലോണം അരിച്ചതിന് ശേഷം പാരുക കേട്ടോ. നല്ലോണം അരിച്ച് അത് പാർന്നെടുക്കുക. ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ, തേങ്ങേൻ്റെ അരപ്പ്, അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കണം. ഇതൊക്കെ ചെയ്യേണ്ടത് കുക്കർ വീണ്ടും അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ആ അരപ്പ് നല്ലോണം ചേർത്ത് അത് കഴുകിയിട്ടുള്ള വെള്ളവും ഇതിൻ്റെ അകത്ത് ഒഴിക്കാം. നമുക്ക് എക്സ്ട്രാ വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ, വെള്ളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർക്കാവുന്നതാണ്. എന്നതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് തിളയ്ക്കുന്ന വരെ തിളച്ചാൽ മാത്രം മതി. ഒരുപാട് നേരം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒരു തിള വന്ന് മാത്രം മതി. അപ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ഔഷധ സമൃദ്ധമായിട്ടുള്ള കർക്കിടക കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മാസത്തിൽ നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ
ഔഷധങ്ങൾ ഈ ഒരു കഞ്ഞീനകത്ത് നിന്ന് നമുക്ക് കിട്ടും. വീണ്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട് ഈ സമയത്ത്. ഇത് ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ബോഡിക്ക് വേണ്ട അത്യാവശ്യം മിനറൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.